ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പറഞ്ഞു പോകുന്ന വീഡിയോ സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണിത്. ആദ്യം നമ്മൾ ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു, പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സിലേക്ക് നമ്മൾ കടന്നു. അതിനുശേഷം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആഴ്ച നമ്മൾ ഡബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളിൽ ബുള്ളിഷ് പാറ്റേണുകൾ ഏതൊക്കെയാണെന്നും ബിയറിഷ് പാറ്റേണുകൾ ഏതൊക്കെയാണെന്നും ന്യൂട്രൽ പാറ്റേണുകൾ ഏതൊക്കെയാണെന്നും ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ വർക്കാവുക എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ പരമാവധി ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നിക്കൽ അനാലിസിസിൽ സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ഡബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾക്കാണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഒരു ചെറിയ ബിയറിഷ് കാൻഡിലും അതിനുശേഷമുള്ള കാൻഡിൽ ഒരു ബുള്ളിഷ് കാൻഡിലുമായിരിക്കും. മാത്രമല്ല മുൻപത്തെ കാൻഡിലിൻ്റെ ബോഡിയെ പൂർണ്ണമായി കവർ ചെയ്യുന്ന ഒരു കാൻഡിൽ കൂടിയായിരിക്കും രണ്ടാമത്തെ ബുള്ളിഷ് കാൻഡിൽ. ഒരു ഡൗൺ ട്രെൻഡിന്റെ താഴെയാണ് ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എങ്കിൽ അത് ഒരു റിവേഴ്സലിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതായത് ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിനെ നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ട് തന്നെ കണക്കാക്കാം. അടുത്തത് പേഴ്സിംഗ് ലൈൻ പാറ്റേൺ ആണ്. ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ കാൻഡിൽ ഫോം ചെയ്യുന്നത് ഒരു ബിയറിഷ് കാൻഡിലായിരിക്കും. അതിനുശേഷം ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഫോം ആവുന്നത്. മുൻ കാൻഡിലിൻ്റെ ബോഡിയുടെ മധ്യഭാഗത്തിന് മുകളിലായിട്ടായിരിക്കും രണ്ടാമത്തെ കാൻഡിൽ, അതായത് ഈ ബുള്ളിഷ് കാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ബിയറിഷ് കാൻഡിലിൻ്റെ ബോഡിയുടെ 50% മുകളിലായിട്ടായിരിക്കും രണ്ടാമത്തെ ബുള്ളിഷ് കാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. ഒരു ബിയറിഷ് മാർക്കറ്റിൻ്റെ അവസാനത്തിലൊക്കെയാണ് ഇത്തരത്തിലൊരു കാൻഡിൽ ഫോം ആവുന്നതെങ്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെ ഒരു സൂചന കൂടിയായിരിക്കും ഈ പാറ്റേൺ നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളും ഒരു ബുള്ളിഷ് പാറ്റേണുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അടുത്തതായി ബിയറിഷ് പാറ്റേണുകളെ കുറിച്ചൊന്ന് പറയാം. ചില പ്രധാനപ്പെട്ട ബിയറിഷ് പാറ്റേണുകളായി നമുക്ക് പറയാൻ കഴിയുന്നത് ആദ്യം ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു പാറ്റേൺ തന്നെയായിരിക്കും ബുള്ളിഷ് എൻഗൾഫിങ്ങും അതുപോലെ ബിയറിഷ് എൻഗൾഫിങ്ങും. ഒരു ചെറിയ ബുള്ളിഷ് കാൻഡിലായിരിക്കും ആദ്യത്തെ കാൻഡിൽ, അതിനുശേഷം വലിയ ഒരു ബിയറിഷ് കാൻഡിൽ, അതും മുൻപത്തെ കാൻഡിലിൻ്റെ ബോഡിയെ മുഴുവനായി കവർ ചെയ്യുന്ന ഒരു കാൻഡിലായിരിക്കും. ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനത്തിലാണ് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ വരുന്നതെങ്കിൽ ഒരു റിവേഴ്സലിൻ്റെയൊക്കെ സൂചനയായിട്ട് നമുക്ക് ഒരുപക്ഷെ കണക്കാക്കാൻ കഴിയും. പക്ഷേ അത്തരത്തിൽ കണക്കാക്കണമെങ്കിൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് വീഡിയോൻ്റെ അവസാനം പറയാം. അടുത്ത ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഡാർക്ക് ക്ലൗഡ് കവർ പാറ്റേൺ ആണ്. ആദ്യത്തെ കാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് കാൻഡിലാണ്, എന്നാൽ രണ്ടാമത്തെ കാൻഡിൽ ഒരു ബിയറിഷ് കാൻഡിലുമായിരിക്കും. അത് ക്ലോസ് ചെയ്യുന്നത് ആദ്യത്തെ കാൻഡിലിൻ്റെ മധ്യഭാഗത്തിന് താഴെയായിട്ടുമായിരിക്കും. ഇത്തരത്തിൽ ഫോം ആവുന്ന പാറ്റേണുകളെ നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ പാറ്റേൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അടുത്തതായി ചില ന്യൂട്രൽ പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. ഹറാമിയാണ് നമ്മൾ ആദ്യം പറയുന്നത്, ബുള്ളിഷ് ഹറാമിയും ബിയറിഷ് ഹറാമിയും. ഈ ഹറാമി പാറ്റേണുകളുടെ ഒരു പ്രത്യേകത കൂടി പറയാം. ആദ്യത്തെ കാൻഡിൽ വലുതായിരിക്കും, രണ്ടാമത്തെ കാൻഡിൽ ചെറിയ ഒരു കാൻഡിലുമായിരിക്കും. ആദ്യത്തെ കാൻഡിൽ ഒരു ബിയറിഷ് കാൻഡിലായിരിക്കും, രണ്ടാമത്തെ കാൻഡിൽ ഒരു ചെറിയ ബുള്ളിഷ് കാൻഡിലുമായിരിക്കും. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളാണെങ്കിൽ അതിന് ബുള്ളിഷ് ഹറാമി പാറ്റേൺ എന്ന് നമുക്ക് പറയാം. അടുത്തത് ബിയറിഷ് ഹറാമിയാണ്. ആദ്യത്തെ കാൻഡിൽ ഒരു വലിയ ബുള്ളിഷ് കാൻഡിലായിരിക്കും, എന്നാൽ രണ്ടാമത്തെ കാൻഡിൽ ഒരു ചെറിയ ബിയറിഷ് കാൻഡിലുമായിരിക്കും. ഇത്തരത്തിലുള്ള പാറ്റേണുകളെ നമുക്ക് ബിയറിഷ് ഹറാമി പാറ്റേൺ എന്ന് പറയാം. ഇത്തരത്തിലുള്ള കാൻഡിലുകൾ ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിസിഷനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിൻ്റെയൊക്കെ സൂചനകളായിരിക്കും തരുന്നത്. എന്നിരുന്നാലും തൊട്ടടുത്തുള്ള കാൻഡിലുകൾ ഏതൊക്കെയാണ് എന്നത് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രേഡിലേക്ക് കടക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡർ ആവാൻ കഴിയുകയുള്ളൂ. ഒത്തിരിയേറെ കാര്യങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് പഠിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാ ട്രേഡിംഗ് ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിന് കൃത്യമായി തന്നെ പഠിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഞങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ സ്റ്റുഡൻസിന് ഞങ്ങളുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതലായി ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ട്വീസർ ടോപ്പ് ആൻഡ് ബോട്ടം കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ. ഈ ട്വീസർ ടോപ്പ് കാൻഡിലുകൾ എന്നത് ആദ്യത്തെ കാൻഡിലിൻ്റെയും രണ്ടാമത്തെ കാൻഡിലിൻ്റെയും ഹൈസ് സെയിം തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള കാൻഡിലുകളെ നമുക്ക് ട്വീസർ ടോപ്പ് കാൻഡിൽ എന്ന് പറയാം.
ഇതുകൂടാതെ ട്വീസർ ബോട്ടം ക്യാൻഡിലുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോയും രണ്ടാമത്തെ ക്യാൻഡിലിന്റെ ലോയും ഏകദേശം ഒരേ ലെവൽ തന്നെ ആയിരിക്കും. മാർക്കറ്റിന്റെ അപ് ട്രെൻഡിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിലോ ആണ് ഇത്തരത്തിലുള്ള ക്യാൻഡിലുകൾ ഫോം ആവുന്നതെങ്കിൽ അത് ഒരു റിവേഴ്സലിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ എത്തരത്തിലാണ് നമ്മൾ ട്രേഡിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെല്ലാം ഒരു റിവേഴ്സലിൻ്റെയൊക്കെ സൂചനകൾ നൽകുന്ന പാറ്റേണുകൾ തന്നെയാണ്. എന്നാൽ അത് കൺഫേം ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള ക്യാൻഡിലുകൾ ഏതൊക്കെയാണ്, അതായത് ഈ ഒരു പാറ്റേണിന് ശേഷം ഫോം ആവുന്ന ക്യാൻഡിലുകൾ ഏതൊക്കെയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ പാറ്റേണിന് ശേഷം ഫോം ആവുന്ന ക്യാൻഡിലുകളുടെ വോളിയം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അത്തരത്തിൽ ഈ പാറ്റേണുകൾക്ക് ശേഷം ഫോം ആവുന്ന ക്യാൻഡിലുകളിൽ നല്ല വോളിയം ഉണ്ടെങ്കിൽ അത് ഒരു കൺഫർമേഷൻ തന്നെയാണ്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു താഴേക്ക് വരികയാണ് എന്ന സൂചനകൾ ആ വോളിയം നമുക്ക് അപ്പോൾ നൽകും. ഇനി ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിലാണ് അത്തരത്തിലുള്ള ക്യാൻഡിൽ ഫോം ആവുന്നതെങ്കിൽ നമുക്ക് ആ വോളിയം സൂചിപ്പിക്കുന്നത് ഒരു മുകളിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ കാണിച്ചു തരുന്നു. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ട്രെൻഡ്. ഇത്തരത്തിലുള്ള വോളിയം നല്ല വോളിയം കാണിച്ചു തന്നു, മാർക്കറ്റ് ഇനി ബുള്ളിഷ് ആവും എന്നുള്ള സൂചനയൊക്കെ തന്നു കഴിഞ്ഞാലും നമ്മുടെ മാർക്കറ്റ് ബിയറിഷ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വർക്ക് ആവണമെന്നില്ല. ഇപ്പോൾ പറഞ്ഞ വോളിയത്തിന് പുറമെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഡിക്കേറ്ററുകൾ, ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളായ മൂവിങ് ആവറേജ്, RSI, MACD തുടങ്ങിയവ നമ്മൾ ചാർട്ടിൽ ആഡ് ചെയ്യുക. എന്നാൽ കുറച്ചുകൂടി നല്ല ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത അതുവഴി ലഭിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ടൈം ഫ്രെയിമാണ്. ഏത് ടൈം ഫ്രെയിമിലാണ് ഇത്തരത്തിലുള്ള പാറ്റേൺ ഫോം ആവുന്നത് എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. ഡെയിലിയിലാണോ, വീക്ക്ലിയിലാണോ, അതോ 5 മിനിറ്റിലാണോ 15 മിനിറ്റിലാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡെയിലിയിലോ വീക്ക്ലിയിലോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ഫോം ആവുന്നതെങ്കിൽ അത് കൺഫർമേഷൻ കുറച്ച് സ്ട്രോങ് ആണ് എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നും എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചു എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്കുമുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.